പന്തീരങ്കാവിൽ ട്വിസ്റ്റ്, ഡൗറി ഹരാസ്മെന്റ് കേസ്. പന്തീരങ്കാവ് മീഡിയ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് പേര് അവരുടെ പെർസ്പെക്റ്റീവ്, പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലിട്ട് ആ ലേഡി അവർക്ക് ഇത്രത്തോളം മർദ്ദനം കിട്ടി, കല്യാണം കഴിഞ്ഞ് വളരെ ഷോർട്ട് ടൈമിലാണ് അത് സംഭവിച്ചത്. അപ്പോൾ അറിയാമല്ലോ, ആ ഒരു ടൈമിൽ ഫോട്ടോസും വീഡിയോസും അവരവരുടെ ഹരാസ്മെൻറ്റ് കിട്ടിയ അനുഭവമൊക്കെ ഷെയർ ചെയ്ത സമയത്ത് വളരെ അധികം ആ പയ്യനെ വലിച്ച് കീറിയിട്ടാണ് സോഷ്യൽ മീഡിയാസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. രാഹുൽ എന്നിട്ടാണ് ആ പയ്യൻ്റെ പേര്. ആൻഡ് അവൻ്റെ ഫോട്ടോ അടക്കം വന്ന് ഭീകരമായിട്ട് ആ പയ്യന് ആ ഒരു അവസ്ഥയിൽ കൂടി പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ അതിൽ യൂ-ടേൺ ട്വിസ്റ്റ്. ഈ ലേഡി തന്നെ വന്നിട്ട് പറയുന്നു ഇതൊക്കെ വീട്ടുകാർ മനഃപൂർവ്വം പറയിപ്പിച്ചതാണ്, കേസ് സ്ട്രോങ് ആവാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ്, രാഹുലേട്ടനായിട്ടൊരു വിഷയമില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ മൊഴി മാറ്റിപ്പറച്ച് ദേ തിരിഞ്ഞു എല്ലാ ടേബിളും ഇങ്ങോട്ട്. ഈ ടേബിള് തിരിയുന്നതും അല്ലെങ്കിൽ ഇവർ മൊഴി മാറ്റി പറയുന്നതും അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ഫേക്ക് അലിഗേഷൻ കൊടുത്തതും ഇതൊക്കെ അവരവരുടെ കാര്യങ്ങൾ അങ്ങനെ പോട്ടെ, വിഷയമല്ല. ജെന്യുവിനായിട്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അടക്കം അത് സംശയിച്ച് മീഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാതെ പോലീസുകാർ പിന്നെ ഓബിയസ്ലി ഒരു 100 അല്ല 1000 വട്ടം ഇതിൻ്റെ ജെന്യുവിനിറ്റി നോക്കണം. പണ്ടത്തെ പോലെ ഏതെങ്കിലും സ്ത്രീ ഓടിപ്പോയി കേസ് കൊടുക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ സ്ത്രീയുടെ ഫാമിലി കൊണ്ടുപോയി കേസ് കൊടുക്കുമ്പോഴത്തേക്കോ അട്ടാപ്പാട്ടെല്ലാം ഒന്നടക്കം പിടിച്ചിട്ട് ഒരുത്തനെ പിടിച്ചിട്ടുള്ള മറ്റേ കൂടിയുള്ള ഇടിയും ഇല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുള്ള ഭേദ്യം ചെയ്യലും പരിപാടികളൊക്കെ നിർത്തിയിട്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് മിനിമം ഒന്ന് അന്വേഷിക്കേണ്ടത്. ഈ കേസോട് കൂടിയിട്ട് അതൊന്ന് സ്ട്രോങ് ആക്കിയിട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. എന്താണെങ്കിലും ആ ലേഡി ഇപ്പോൾ മൊഴി മാറ്റി പറഞ്ഞിട്ട് സംഗതികളൊക്കെ ആക്കിയത് കൊണ്ട് ആ ലേഡിയുടെ ഫോട്ടോ പുറത്ത് മീഡിയാസ് ഒന്നും കാണിക്കുന്നില്ല, സ്റ്റിൽ ബ്ലറായിട്ട് തന്നെയാണ്. പക്ഷെ ആ ലേഡി യൂട്യൂബിൽ വന്നൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ വീഡിയോ നമുക്ക് മുഖം കാണിച്ച് തന്നെ ഇടാം, അതിന് മുഖം കാണിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പയ്യൻ എന്താണെന്നുണ്ടെങ്കിൽ മുഖം കാണിച്ച് എല്ലാവരും കൂടി അവനെ വലിച്ചു കയറി ഒട്ടിച്ചതുകൊണ്ട് ആ ലേഡിയുടെ മുഖം കാണിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ബാക്കി മീഡിയാസ് തുടർന്നുകൊണ്ട് പോകുന്ന പാറ്റേൺ. എന്താണെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല, ഞാൻ ആ ലേഡിയുടെ മുഖം വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ആ ലേഡി ഇപ്പോൾ വന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം വീട്ടുകാർ അവർ അഡ്വക്കേറ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, ഞാനതിന് നിന്ന് കൊടുത്ത് പാവ കളിച്ചു, പാവം എൻ്റെ രാഹുലേട്ടൻ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറിക്കുമെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത്. 2 പ്രാവശ്യം തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. അപ്പോൾ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ. തല്ലിയപ്പോൾ എന്താണ് ആ തല്ലലാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു. അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം വീട്ടുകാർ നിർബന്ധിച്ചതാണ് രാഹുലേട്ടനൊന്ന്. ഈ രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി വന്നിട്ട് തല്ലിയ കാര്യം ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ, ഞാൻ അവളെ തല്ലിയിട്ടുണ്ടായിരുന്നു ഇല്ലാന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. അത് അവർ തമ്മിലുള്ള എന്തോ വീഡിയോ ചാറ്റോ സാധനം എന്തോ അങ്ങാണ്ട് ഫോണിൽ കണ്ടതിനെ തുടർന്നിട്ടാണ് ഈ തല്ലും പിടിയും ഉന്തും തള്ളും ഉണ്ടായത്, അതിൻ്റെ മുകളിൽ ബാത്റൂമിൽ വീണത് എന്നൊക്കെ
ആ പയ്യനും പറഞ്ഞിട്ടുണ്ട്, തല്ലിയ കാര്യം ആ പയ്യനും പറയുന്നുണ്ട്, തല്ല് കിട്ടിയ കാര്യം ഈ പെൺകുട്ടിയും പറയുന്നുണ്ട്. തല്ല് കിട്ടിയ ടൈമിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പയ്യൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ടൈമിൽ ആ പെൺകുട്ടിയെ കണ്ടു. അവിടെ മുതൽ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ബേസിക്കലി ഈ പയ്യനെ ഈ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മകൾക്ക് ഇങ്ങനെ ദേഹത്ത് മൊത്തം പരിക്കും തല്ലും പിടിയൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ അവരവിടുന്ന് ആ പെൺകുട്ടിയെ വിളിച്ച് പോയിട്ടുണ്ടാവും. ഈ പെൺകുട്ടീനെ ചിലപ്പോൾ പെൺകുട്ടി പറയുന്നത് ഭീഷണിപ്പെടുത്തി എന്നാണ്, വീട്ടുകാർ പറയുന്നത് ഭീഷണിപ്പെടുത്തിയതല്ല, ശരിക്കും അടി കിട്ടിയിട്ട് രണ്ട് രീതിയിലോ. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും അന്വേഷിക്കണം പോലീസ്. കാരണം ഈ പെൺകുട്ടി ആ ടൈമിൽ ചിലപ്പോൾ വീട്ടുകാരൊപ്പം തല്ല് കിട്ടിയ സങ്കടത്തിൽ ഇല്ല ശരിയാവില്ല അവൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല എന്നെങ്ങാണ്ട് പറഞ്ഞു പോയി കാണും. പിന്നെ ആവും ഇരുന്ന് ചിന്തിക്കുക, അയ്യോ ഞാൻ പറഞ്ഞും പോയി, വീട്ടുകാർ ഇതെല്ലാം കൂടി വക്കീലിൻ്റെ അടുത്തും കൊണ്ടുപോയി, കോടതിയിലും കൊണ്ടുപോയി, മീഡിയയിലും കൊടുത്തു, ഞാനാണെങ്കിൽ എല്ലാത്തിനും മിണ്ടാതിരുന്നു. ലാസ്റ്റ് അയ്യോ പാവം ഈ ചങ്ങാതിനെ ഞാൻ എന്ത് ചെയ്തതെന്നുള്ളൊരു പശ്ചാത്താപം വന്നിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം. പിന്നെ അല്ലാതെ തന്നെ ഈ പെൺകുട്ടീൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ പെൺകുട്ടിയെ മറ്റേ എന്താ പറയുക തട്ടിക്കൊണ്ടുപോയിട്ട് ചെക്കനും വീട്ടുകാരും കൂടി കാണിക്കുന്ന പരിപാടിയാണെന്നും പറയുന്നുണ്ട്. ഇത് ടോട്ടലായിട്ട് പോലീസുകാർ എന്താണെങ്കിലും പാളിച്ച പറ്റി, കയ്യിൽ നിന്ന് പോയി. ഇനിയെങ്കിലും ഇത് വൃത്തിയായിട്ട് അന്വേഷിച്ച് ഈ സ്കീമിൽ ഇത് എന്താണ് വിഷയം എന്നുള്ളത് പുറം ലോകത്തിനെ അറിയിക്കുക എന്നുള്ളതാണ് പോലീസ് കൃത്യമായിട്ട് ചെയ്യേണ്ട പരിപാടി. ഇല്ല, കാരണം മീഡിയക്കാരും കൺഫ്യൂസ്ഡാണ്. മീഡിയക്കാർ അട്ടർലി കൺഫ്യൂസ്ഡാണ്. ആദ്യം ഈ പെൺകുട്ടീൻ്റെ ഭാഗം പറഞ്ഞിട്ട് ന്യൂസും സാധനങ്ങളും കൊടുത്ത ആളുകളെല്ലാവരും ഏറെപ്പോയി. ഇപ്പോൾ വന്നിട്ട് ഈ ചെക്കൻ്റെ ഭാഗം പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. ഈ പെൺകുട്ടീനെ കൊണ്ട് ഇനി ഭീഷണിപ്പെടുത്തി ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല. പോലീസ് കറക്റ്റ് അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് എന്താ പരിപാടി, ഇത് എങ്ങനെയാണ് ഇങ്ങനെ അവിയൽ പോലെ കുഴഞ്ഞു പോയതൊക്കെ പോലീസ് അന്വേഷണത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പോലീസ് അന്വേഷണത്തിൽ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഒരുപാട് ഹരാസ്മെൻറ്റ് കേസുകൾ ദിവസവും ഈ കൊച്ചു കേരളത്തിൽ ഇതെന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കേസുകളിലൊക്കെ ഇനിയിപ്പോൾ ആരെങ്കിലും മീഡിയ അഡ്രസ്സ് ചെയ്യാൻ പോയാലൊക്കെ സംശയത്തിൻ്റെ മുകളിൽ മാത്രമായിരിക്കും ഇനി പോകാൻ പോണത്. ഇപ്പോൾ ജെനുവിനായിട്ടുള്ള കേസുകൾക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടാതെ ജെനുവിനായിട്ടുള്ള വ്യക്തികൾ ഹരാസ്മെൻറ്റിലൂടെ പോകുമ്പോൾ അവരെ സൊസൈറ്റി എപ്പോഴും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യമായിട്ട് മാറും. ഇതെന്തോ ഒരുമാതിരി ഇവരുടെ കുട്ടിക്കളി പോലെയാണ് ഇവർ ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. സത്യത്തിൽ നിയമത്തിനെയും പോലീസിനെയൊക്കെ കളിയാക്കി, നാട്ടുകാരൊക്കെ കളിയാക്കിയിട്ടുള്ള രീതിയിലാണ് ഇവർ മാറ്റിയും മറിച്ചും അവരവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് പറയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം സ്നേഹവും ഇഷ്ടത്തിലുള്ള ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കെട്ടിപ്പിടിച്ച് അടി കിട്ടി എന്നാലും കുഴപ്പമില്ല, കെട്ടിപ്പിടിച്ച് പോകാൻ ഞാൻ പോകേണ്ടിയത്. ഞാനൊന്നുമല്ല, ഇത് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ഇഷ്യൂസ് എന്ന് പറഞ്ഞത് പെട്ടെന്ന് തീർക്കണം. ഞാനതിൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്തിട്ട് പറയുന്നത് പെട്ടെന്ന് തീർക്കണം. പരിപാടികൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സീൻ പരിപാടിയാണ്. ഞാനതാണ് അതിൻ്റെ ഒരു എക്സ്ട്രീം ലിമിറ്റ് എത്തിയ സമയത്ത് അത് വെച്ച് തീർക്കാമെന്ന് പറഞ്ഞ് വെച്ച് തീർത്തത്. അത് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫും കരിയറൊക്കെ ലൈനിലിട്ടിട്ട് തന്നെ ഞാൻ ആ പരിപാടി കാണിച്ചത്. കാരണം അത് നടക്കൂലടി. നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഫാമിലിക്കകത്ത് സന്തോഷിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ. പിന്നെ ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺഫ്യൂസിങ് ആണ്. പോലീസ് അന്വേഷണത്തിൽ കൃത്യമായ FIR-ഉം റിപ്പോർട്ടും കാര്യങ്ങളും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം. ഇതിപ്പോൾ ഈ പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞു, പെൺകുട്ടിക്ക് കേസില്ലാത്തത് കൊണ്ട് കേസ് ക്ലോസ് ആക്കി പോകുക, ആ സെറ്റപ്പിൽ എന്താണെങ്കിലും പോകാൻ പറ്റില്ല. പോലീസ് അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. ഇതിൽ ആരാണ് നുണ പറയുന്നത്, ആരാണ് ഇത് മൊഴി മാറ്റി പറയാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചതാണോ, സ്വയമേ മാറ്റി പറഞ്ഞതാണോ, അതോ വീട്ടുകാർ ഭീഷണിപ്പെടുത്തി കേസ് കൊടുപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ക്ലാരിറ്റി കിട്ടണം. എന്താണെങ്കിലും ഒരു കാര്യം നിന്ന് ടോട്ടൽ സെറ്റപ്പ് എന്ന് മനസ്സിലായത്, ചെക്കൻ പെട്ടടേ ഫോട്ടോയും വന്നു, ചെക്കനാകെ ഇല്ലാതായി, പോയ മാനം ഞാൻ ചെക്കന് കിട്ടും. എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പല കേസുകളിലും ഇങ്ങനെയാണ്, മാനം പോണ ചെക്കന്മാർക്കാണ് പല കേസുകളിലും. ആ ഒരവസ്ഥയിൽ പെട്ടുപോയ കുറേ ആളുകളുണ്ട്. അവരൊക്കെ ലൈഫ് ഉദാഹരണമാണ്.